നമസ്കാരം. പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ അനു, മാനേജർ സിസ്റ്റർ എമിലിയ, മറ്റു ടീച്ചേഴ്സ്, സ്റ്റാഫ്സ്, എന്റെ പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ചൂരൽമല മുണ്ടക്കായ് പ്രദേശത്തുണ്ടായ മഹാദുരന്തത്തെ തുടർന്ന് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ലളിതമായി ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് ആഘോഷിക്കാം. കള്ളവും ചതിയും പുളിവചനവും ഇല്ലാത്ത ആ നല്ല നാളുകളുടെ ഓർമ്മകളുമായി ഒരിക്കൽ കൂടി പൊന്നോണം വന്നെത്തി. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബരീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഈ നല്ല നാടിന്റെ ആഘോഷത്തിനായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതിനായി എന്റെ പ്രിയ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഓണത്തെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് ഉത്സവം അഥവാ വ്യാപാരോത്സവമായി കരുതിപ്പോരുന്നു. പുതുവസ്ത്രം ധരിച്ച് ഓണപ്പാട്ടും കളികളുമായി പ്രായഭേദമന്യേ എല്ലാ മലയാളികളും ഓണം കൊണ്ടാടുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ മാനേജർ സിസ്റ്റർ എമിലിയയെയും പ്രിൻസിപ്പൽ സിസ്റ്റർ അനുവിനെയും അധ്യാപകരെയും അനധ്യാപകരെയും എന്റെ പ്രിയ കൂട്ടുകാരെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ും
സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഓണക്കാലത്തിന്റെ സ്മരണ നമ്മിലേക്ക് പകർന്നു നൽകാൻ ഒരു കൊച്ചു പ്രസംഗവുമായി അനി. മാന്യ സദസ്സിന് സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണത്തെക്കുറിച്ചാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ജാതി മത വ്യത്യാസമില്ലാതെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം. ഓണക്കോടി ഉടുത്തും പൂക്കളമൊരുക്കിയും സദ്യവട്ടം തയ്യാറാക്കിയുമാണ് മലയാളികൾ മഹാബലി തമ്പുരാനെ വരവേൽക്കുന്നത്. ഓണവെയിലും ഓണനിലാവും പ്രസിദ്ധമാണ്. ഓണത്തെക്കുറിച്ച് ധാരാളം ചൊല്ലുകളുണ്ട്. കാണം വിറ്റും ഓണമുണ്ണണം എന്നത് അതിൽ പ്രധാനമാണ്. ഓണക്കാലത്ത് ഊഞ്ഞാലാട്ടം കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടവിനോദമാണ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കള്ളവും ചതിയുമില്ലാത്ത ആ നല്ല നാളുകൾ ഇനിയും വരട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. അവസാനമായി നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശനം നടത്തുന്നതിനായി രോഹിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നതാണ്. ഈ പരിപാടി ഒരുക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പാൾ സിസ്റ്റർ അനു ജോസിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം നമ്മോടൊപ്പം ഒത്തുചേർന്ന മാനേജർ സിസ്റ്റർ എംബിക്ക് നന്ദി അർപ്പിക്കുന്നു. എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നന്ദി. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ടു ഓൾ. താങ്ക് യു. So once again, happy Onam to each one of you. I call upon sister to speak a few words. Just wish them happy Onam. My dear teachers and my dear students, I hope as we heard our Maveli വന്നിരുന്ന കാലത്ത് how it was all were equal. So we are also equals. Keep that message in your mind. There is no difference, no partiality, so that we will build a happy and prosperous country, our Kerala and other states as well, and thus a happy country, India. So I wish once again all of you a very happy Onam. God bless you all.